നമസ്കാരം. തലങ്ങും വിലങ്ങും വമ്പൻ ആയുധങ്ങൾ കൊണ്ട് ഇന്ത്യ കത്തിക്കയറുകയാണ്. പ്രതിരോധ മേഖലയിലെ കയറ്റുമതി ശക്തി കേന്ദ്രത്തിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റം കണ്ണ് തള്ളിപ്പിക്കുന്നതാണ്. എന്താണ് ഇന്ത്യയുടെ മിന്നും വിജയത്തിന് പിന്നിലെ കാരണങ്ങൾ? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ ഉൽപാദനത്തിൽ ഉഗ്ര പോരാട്ടം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. മറുവശത്ത് റഷ്യയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സൈനിക സാമഗ്രികൾ വാങ്ങാൻ കഴിഞ്ഞുമില്ല. യഥാർത്ഥത്തിൽ പ്രതിരോധ സംവിധാനങ്ങളിൽ സ്വാശ്രയത്വത്തിന്റെ ആവശ്യകതയാണ് ഇത് അടിവരയിടുന്നത്. ഏറ്റവും വലിയ ആഗോള ആയുധ ഇറക്കുമതിക്കാരൻ എന്ന ബഹുമതി പണ്ടേയുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയുധ കയറ്റുമതിയുടെ വിവരണം ഒരു മാതൃകാ വ്യതിയാനം തന്നെയാണ്. ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ ധാരാളം പ്രതിരോധ വസ്തുക്കളുടെ നിർമ്മാണം സ്വദേശിവൽക്കരിക്കുക മാത്രമല്ല, ആയുധ കയറ്റുമതിക്കാരായി മാറുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വിജയഗാഥയുടെ ശ്രദ്ധേയമായ സവിശേഷത പ്രതിരോധ പൊതുമേഖലാ യൂണിറ്റുകളും സ്വകാര്യ മേഖലാ കമ്പനികളും ഈ പാതയിൽ വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡിൽ 20,800 കോടിയിൽ എത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 32.5% വളർച്ചയാണിത്. കഴിഞ്ഞ ദശകത്തെ മുൻ ദശകവുമായി താരതമ്യം ചെയ്താൽ വളർച്ചയുടെ ചിത്രം കൂടുതൽ മനസ്സിലാകും. പ്രതിരോധ കയറ്റുമതി 2004-2005 മുതൽ 2013-14 വരെ 4,310 കോടി രൂപയിൽ നിന്ന് 2014-15 മുതൽ 2023-24 വരെ 21 മടങ്ങ് വർദ്ധിച്ച് 88,320 കോടി രൂപയായി. ഇത് ചെറിയ കാര്യമല്ല. പ്രതിരോധത്തിൽ സ്വാശ്രയത്വം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റിന്റെ ശക്തമായ സ്വദേശിവൽക്കരണ മുന്നേറ്റമാണ് ഈ സ്ഫോടനാത്മക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നത്. പ്രതിരോധ ഉൽപാദനത്തിലും കയറ്റുമതിയിലും ഉണ്ടായ ദ്രുതഗതിയിലുള്ള വളർച്ച നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രതിരോധ ഓഹരികളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. സ്വകാര്യ മേഖലയാണ് വളർച്ചയെ നയിച്ചതെങ്കിലും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയും പൊതുമേഖലാ സ്ഥാപനങ്ങളും യഥാക്രമം 60%, 40% സംഭാവന ചെയ്തിട്ടുണ്ട്. കൂടാതെ 2023-24 കാലയളവിൽ പ്രതിരോധ കയറ്റുമതിക്കാർക്ക് നൽകിയ കയറ്റുമതി അംഗീകാരങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. 2022-23 1414 കയറ്റുമതി ഓതറൈസേഷനിൽ നിന്ന് 2023-24 1507 ഉയർന്നു. അപ്പോൾ ഇന്ത്യ എന്താണ് കയറ്റുമതി ചെയ്യുന്നത് എന്നതിലേക്ക് വരികയാണെങ്കിൽ, പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഡോണിയർ 228 വിമാനങ്ങൾ, അതേപോലെ തന്നെ 155mm അഡ്വാൻസ്ഡ് ടോപ്ഡ് പീരങ്കി തോക്കുകൾ, ആകാശ് മിസൈൽ സംവിധാനം, റഡാറുകൾ, സിമുലേറ്ററുകൾ, മൈൻ സംരക്ഷിത വാഹനങ്ങൾ, കവചിത വാഹനങ്ങൾ, പിനാക റോക്കറ്റുകൾ, ലോഞ്ചറുകൾ, തെർമൽ ഇമേജറുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു. അതേപോലെ തന്നെ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളുടെ കയറ്റുമതിക്കാരനാകാനുള്ള ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് ഒരു പ്രധാന നിറവിൽ 2022 ജനുവരിയിൽ ബ്രഹ്മോസ് മിസൈലിന്റെ കരാറിൽ ഇന്ത്യയും ഫിലിപ്പീൻസും ഒപ്പുവച്ചു. $375 മില്യൺ കരാർ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന സൈനിക കയറ്റുമതി ഇടപാടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായ ഇന്ത്യ ഈ രംഗത്ത് കൂടുതൽ സ്വാശ്രയത്വത്തിന് വേണ്ടി ശക്തമായി മുന്നോട്ട് പോവുകയുമാണ്. രാജ്യം അതിമോഹമായ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും ഒടുവിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ മൊത്തം കയറ്റുമതിക്കാരനാകുകയും ചെയ്തു എന്ന് വേണം പറയാൻ. ഈ ആയുധ സംവിധാനം ഫിലിപ്പീൻസിലേക്ക് എത്തിച്ചത് ആ ദിശയിൽ ഇന്ത്യയുടെ വലിയ വിജയമാണ്. ആഭ്യന്തരമായി സൈനിക വ്യാവസായിക സമുച്ചയത്തിൽ ഇത് നിർണായകമാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിൽ ആയുധ കയറ്റുമതിയുടെ കാര്യത്തിൽ വിശ്വസനീയമായ ഒരു പുതിയ കളിക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. 2026 ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി $3 ബില്യൺ എത്തിക്കാൻ ബ്രഹ്മോസ് മിസൈലുകൾക്ക് കഴിയും. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ പ്രതിരോധ നിർമ്മാതാക്കൾ ഗണ്യമായ പുരോഗതി കൈവരിക്കുമ്പോൾ വിദേശ കമ്പനികളും നിർമ്മാണത്തിനായി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. രാജ്യത്ത് റൈഫിളുകൾ നിർമ്മിക്കുന്നതിന് ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസ് PLR കമ്പനിയുമായി സഹകരിക്കുന്നത് ശ്രദ്ധേയമാണ്. കൊറിയൻ കമ്പനി L&Tയുമായി സഹകരിച്ച് ഹവിസ്റ്റർ തോക്കുകൾ നിർമ്മിക്കുന്നു. അതേപോലെ എയർബസ് ഗുജറാത്തിലെ വഡോദരയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി C-295 വിമാനങ്ങൾ നിർമ്മിക്കുന്നു. കൂടാതെ ഇസ്രായേൽ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസും എയറോസ്പേസും അദാനി ഡിഫൻസുമായി സഹകരിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് അതിന്റെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ലോങ് എൻഡ്യൂറൻസ് ഡ്രോണായ ദൃഷ്ടി 10 സ്റ്റാർലൈനർ UAV നൽകി. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഒന്നിലധികം ഇറക്കുമതി ഉപരോധം അല്ലെങ്കിൽ നെഗറ്റീവ് ആയുധ ഇറക്കുമതി ലിസ്റ്റുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങിയിരുന്നു. 2023 ഡിസംബറിനും 2029 ഡിസംബറിനും ഇടയിൽ ഘട്ടം ഘട്ടമായുള്ള ഇറക്കുമതി നിരോധനത്തിന് കീഴിൽ വരുന്ന 928 സൈനിക വസ്തുക്കളുടെ പട്ടിക കഴിഞ്ഞ വർഷം മെയ് വരെ മോദി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു.